ഇടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ആളുകളെ കാണുന്നതുമൊക്കെ എനിക്ക് വളരെയേറെ താല്പര്യമുള്ളൊരു കാര്യമാണ്. എനിക്ക് ധാരാളം സുഹൃത്തുക്കളും സഖാക്കളും ഉള്ള സ്ഥലമാണ് കേരളം. 2006-നും 2011-നും ഇടയ്ക്ക് ഞാൻ കേരളത്തിലെ തന്നെ ഒരു താമസക്കാരനായിരുന്നു എന്നും പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മടങ്ങി വരുമ്പോൾ പഴയ സൗഹൃദങ്ങൾ വീണ്ടും പുതുക്കാനും കേരളത്തിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നതിലും എനിക്ക് താല്പര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് ലെനിനെ കുറിച്ച് അനുസ്മരിക്കാൻ, അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ചരമവാർഷികത്തിന് അനുസ്മരിക്കാനാണ്. നമ്മൾ സ്മരിക്കുന്നത് ഒരു ചെറിയ ആളെയല്ല, ലെനിനാണ് എന്നതാണ് അതിലെനിക്ക് ആവേശം പകരുന്ന കാര്യം. എന്താണ് ലെനിൻ്റെ സംഭാവനകൾ? നമുക്കറിയാം, വേണമെങ്കിൽ പറയാം, വിപ്ലവം എന്ന് പറയുന്ന ആശയത്തിന് വിപ്ലവ സത്ത പകർന്നു നൽകിയ ദാർശനികൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലെനിൻ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. മാർക്സും എംഗൽസും മാർക്സിസ്റ്റ് ചിന്തകളെയാണ് സഖാവ് ലെനിൻ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ആ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ദിശ എന്തായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ഉടനീളം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്തായിരുന്നു മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ചിന്തകളിൽ നിന്നും ലെനിൻ എന്ത് സംഭാവനകളാണ് പുതിയതായി നൽകിയത്? മാർക്സ് തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെയും തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവത്തെക്കുറിച്ചുമാണ്. പക്ഷേ അത് യൂറോപ്പിൽ സംഭവിക്കും എന്നാണ് മാർക്സ് കരുതിയത്. അത് സ്വാഭാവികവുമാണ്. മുതലാളിത്തത്തിൻ്റെ വളർച്ച ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ മുതലാളിത്തത്തെ പോലും കവച്ചു വയ്ക്കുന്ന നിലയിലേക്ക് തൊഴിലാളി വർഗം മാറുകയും മുതലാളിത്തത്തെ മറികടന്നുകൊണ്ട് ശരിയായ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കും എന്നാണ് അവർ രണ്ടുപേരും കരുതിയത്. മാർക്സ് കരുതിയത് അത് യൂറോപ്പിൽ സംഘടിപ്പിക്കപ്പെടും എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ മൂലധനം വളർച്ച പ്രാപിച്ച, മുതലാളിത്തം വളർച്ച പ്രാപിച്ച യൂറോപ്പിലായിരിക്കും അത് സംഭവിക്കുക എന്നാണ് അവർ കരുതിയത്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ച് ഒരിക്കലും മാർക്സ് കരുതിയിരുന്നില്ല. പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയത് ലെനിനാണ്. അവർ ഏഷ്യയെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഏംഗൽസ് ലെനിൻ കൗട്സ്കിക്ക് അയച്ച കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയിലും ഈജിപ്തിലും വിപ്ലവത്തിനുള്ളൊരു സാധ്യതയുണ്ട്, അവരുടേതായ വിപ്ലവം. പക്ഷെ ആ വിപ്ലവത്തിനൊരു വ്യത്യസ്തതയുണ്ട്. അത് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു വിപ്ലവമായിട്ടാണ് അവർ കണ്ടത്. അത് യൂറോപ്പിൽ നിന്നും തീർച്ചയായും മാറി നിന്ന ഒരു വിപ്ലവ സത്തയെ സംബന്ധിച്ചാണ് അവർ സംസാരിച്ചത്. അവർ തീർത്തും വിഘടിതമായ യൂറോപ്പിൽ സംഭവിക്കുന്ന ഒരു സാമൂഹിക വിപ്ലവത്തിൻ്റെ, സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ നിന്നും തീർത്തും വിഘടിതമായ സ്വന്തമായ ഒരു വിപ്ലവമാണ് ഏഷ്യയിൽ അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഏഷ്യയിലെ വിപ്ലവത്തെ തന്നെ അവർ കണ്ടത് തങ്ങളുടെ രാജ്യത്തും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലും നടക്കാൻ പോകുന്ന സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ഏഷ്യയിലെ മാറ്റങ്ങൾ, ഏഷ്യയിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ സഹായകരമാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ അവർ കണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലെനിൻ ഇവിടെ കൂടുതൽ പ്രസക്തമാകുന്നത്. Lenin broke with this idea of a European socialist revolution being the objective of the proletarian movement, European socialist revolution alone being the objective of the proletarian movement, in 2 steps. The first step is when he brought the peasantry into the ambit of the revolution. In those countries in which capitalism was not developed, obviously the peasantry was numerically very large, and Russia was one of those countries. Therefore, the idea of a proletarian socialist revolution bypassed the entire historical role of the peasantry. Engels, in his book, The Peasant War in Germany, had made some references to the revolutionary role of the peasantry, but these references were not sufficiently developed. Lenin developed the following argument, that in countries in which capitalism developed late, which means Russia, which means other third world countries, underdeveloped countries,
countries in which capitalism developed late, the bourgeoisie was not in a position, did not have the courage, did not have that kind of determination to deal those heavy blows against feudalism which the bourgeoisie had done in France in 1789 in the French Revolution. In all the societies that came later to capitalism, the bourgeoisie was haunted by the fear that any attack on feudal property would rebound into an attack on bourgeois property. As a result, they tended to make compromises with feudalism, with feudal property, and in the process could not lead the peasantry against the feudal order, could not lead the peasantry to its liberation. The distinction between what the bourgeoisie in the advanced countries had done and the bourgeoisie in the late capitalist countries, countries that came later to capitalism, had done was very clear from the fact that the collapse of the Paris Commune, which had occurred before Lenin as the very first step towards the liberation of the proletariat, the Paris Commune had failed because of the fact that the then French bourgeois prime minister, a man called Thiers, had mobilized the peasantry against the working class. He had put the fear into the peasantry that an attack on capitalist property would also be an attack on peasant property. That therefore any attack on private property is something which is going to hurt the peasantry, which is why the peasantry sided with the bourgeoisie instead of with the proletariat, and that was a major reason for the defeat of the Paris Commune. By contrast, in countries that came late to capitalism, it was clear that the bourgeoisie could not win the support, the allegiance, the loyalty of the peasantry because it would not carry through the anti-feudal revolution. In Russia's case, the anti-Tsarist revolution. Therefore, it was the task of the proletariat to carry forward the anti-feudal, the anti-Tsar democratic revolution. This was one of the crucial differences between the Mensheviks and the Bolsheviks. The Mensheviks argued that the anti-Tsar struggle must have as the ally of the working class, it must have the liberal bourgeoisie. While Lenin's argument, or the Bolshevik argument, was that the liberal bourgeoisie is vacillating, that therefore instead of looking for an alliance with the liberal bourgeoisie, it is very important for the working class to build an alliance with the peasantry, because the peasantry is going to be a firm ally in the struggle against the feudalism, struggle against Tsarism. As a matter of fact, this was an idea which Lenin expressed in his booklet, Two Tactics of Social Democracy in the Democratic Revolution. And then Lenin argued that the peasantry, which becomes an ally of the proletariat in the democratic revolution, in the defeat of Tsarism and feudalism, can then lead on to the socialist revolution. Not the whole of the peasantry, but a segment of the peasantry would be the proletariat's ally in the socialist revolution. Therefore, he argued for a revolution that would, through stages, lead on to socialism, even in a backward country, but this would happen through a worker-peasant alliance. The composition of the alliance will keep changing, but the worker-peasant alliance was crucial
to go from here to the ultimately towards socialism, even in a backward country. We don't have to wait only for the advanced capitalist countries to move towards socialism. Even a backward country can move towards socialism in stages through the democratic and then socialist revolutions. യൂറോപ്യൻ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന നിലയിലേക്ക് സോഷ്യലിസ്റ്റ് വിപ്ലവം ചുരുങ്ങുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളിലേക്കും വിപ്ലവത്തെ കൊണ്ടുവരുന്നതിൽ ലെനിൻ്റെ പങ്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലുതാണ്. അതിലെ മർമ്മപ്രധാനമായ കാരണം മാർക്സിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായി കർഷകരുടെ ഒരു വർഗമെന്ന നിലയിൽ അവരുടെ പോരാട്ട വീര്യത്തിൻ്റെയും അവരുടെ വിപ്ലവകരമായ അവരുടെ ശക്തിയെ സംബന്ധിച്ചും ലെനിൻ വളരെ വേഗതയിൽ തന്നെ മനസ്സിലാക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ വികസിച്ച ഒരു മുതലാളിത്ത രാജ്യത്തിനകത്ത് തൊഴിലാളി വർഗമാണ് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നതും തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലാണ് വിപ്ലവം നടക്കുന്നതും. മാർക്സ് കർഷക വർഗം എന്ന് പറയുന്നവരെ കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാർക്സിൻ്റെ സൂചനകൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിൽ ഉണ്ടായ കർഷക യുദ്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ലെനിൻ കണ്ട സമഗ്രതയിൽ അന്ന് മാർക്സിന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വ്യത്യാസം. മുതലാളിത്തം പൂർണ്ണമായും വികസനം പ്രാപിക്കാത്തൊരു സ്ഥലത്ത് എങ്ങനെയാണ് പിന്നോക്കം നിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥതയിൽ നിന്നും ഒരു പൂർണ്ണ മുതലാളിത്ത വളർച്ചയെ കവച്ചു വെച്ചുകൊണ്ടൊരു സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്താൻ കഴിയുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗഭൂമിയാക്കി അദ്ദേഹം റഷ്യയെ മാറ്റുകയുണ്ടായി. ഇത് വളരെ പെട്ടെന്ന് ലെനിന് സംഭവിച്ചതല്ല. ലെനിൻ വളരെ നന്നായി തന്നെ അതിനു മുമ്പുള്ള സംഭവങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ കൃഷിക്കാരുടെ പങ്ക് ഒരു വിപ്ലവത്തിൽ എത്രത്തോളം പ്രധാനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുതലാളിത്തം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കർഷകരുമായി ഒരു സന്ധി ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ജന്മിമാരുമായി ഒരു സന്ധി ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അതിന് കാരണം സാധാരണഗതിയിൽ മുതലാളിത്തം ചെയ്യുന്നത് എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവർ മുതലാളിത്തം സ്ഥാപിക്കുന്നത്. ഇങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഫ്രാൻസിലും മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മുതലാളിത്ത ലോകത്തുണ്ടായ പോരാട്ടങ്ങളുടെ ഒരു അന്നത്തെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബൂർഷ്വാ ശക്തികൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ബൂർഷ്വാസി ജന്മിമാരുമായി താൽക്കാലികമായ സഖ്യമുണ്ടാക്കാൻ ആരംഭിച്ചു. കാരണം കൃഷിക്കാരുടെ പോരാട്ടം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൃഷിക്കാർ അല്ലെങ്കിൽ ജന്മിമാരുടെ സ്വത്തിനു മേലെയുള്ള ഒരു തകർച്ചയുണ്ടായാൽ അത് കുറച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ബൂർഷ്വാസിക്കെതിരായി തന്നെ ഒരു പോരാട്ടമായി മാറും എന്നവർ തിരിച്ചറിയാൻ തുടങ്ങി. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു സന്ധി ആരംഭിക്കുന്നത്. ലെനിൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാരീസ് കമ്മ്യൂണിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ഇത്തരം ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ ഫ്രഞ്ച് പ്രധാനമന്ത്രി പറഞ്ഞത്, കൃഷിക്കാരോട് പറയുകയുണ്ടായി, ഇപ്പോഴത്തെ തൊഴിലാളികളുടെ ഈ പോരാട്ടം ജയിച്ചാൽ സംഭവിക്കുക അത് കുറച്ചു കഴിയുമ്പോൾ ജന്മിമാരോട് പറഞ്ഞു, അത് നിങ്ങളുടെ തന്നെ സ്വത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടമായി മാറും എന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. കർഷകരുടെ യഥാർത്ഥ പിന്തുണയില്ലാതെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം സാധ്യമല്ല എന്ന് പാരീസ് കമ്മ്യൂണിന്റെ തകർച്ചയെ തുടർന്ന് മനസ്സിലാക്കാൻ സഖാവ് ലെനിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം റഷ്യയിൽ ഇങ്ങനെ മാറി ചിന്തിക്കാൻ അദ്ദേഹം തയ്യാറായത്. നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് റഷ്യയിലെ തന്നെ ഉൾപാർട്ടി സമരത്തെക്കുറിച്ച് കൂടി നാം മനസ്സിലാക്കണം. സാറിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, അവിടുത്തെ രാജഭരണത്തെ അട്ടിമറിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ തൊഴിലാളി വർഗത്തിന്റെ ഉറച്ച സഖ്യം ആരുമായിട്ടാണ് എന്ന പ്രശ്നം അവിടെ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും തമ്മിൽ അന്ന് ഉടലെടുക്കുകയുണ്ടായി. ലെനിൻ ആണ് ബോൾഷെവിക്കുകളെ നയിച്ചത്. മെൻഷെവിക്കുകളുടെ അഭിപ്രായത്തിൽ അന്നത്തെ തൊഴിലാളി വർഗത്തിന് സഹകരിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ബൂർഷ്വാ ലിബറലുകളാണ് എന്നായിരുന്നു മെൻഷെവിക്കുകളുടെ വാദം. എന്നാൽ ലെനിൻ വളരെ കൃത്യമായി തന്നെ പറയുകയുണ്ടായി, ബോൾഷെവിക്കുകൾ വാദിക്കുകയുണ്ടായി, ഇത് നമ്മളെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൊണ്ടുവരും. കാരണം ബൂർഷ്വാ ലിബറലുകൾ എന്ന് പറയുന്ന വിഭാഗം
എപ്പോഴും ചാഞ്ചാട്ട സ്വഭാവമുള്ളവരാണ്. ആ ചാഞ്ചാട്ട സ്വഭാവമുള്ള ബൂർഷ്വാ ലിബറലുകളെക്കാൾ നല്ലത് തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് അവരുടെ ഉറച്ച സഖ്യശക്തിയായി നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയുക കർഷകരാണ് എന്ന തിരിച്ചറിവ് ബോൾഷെവിക്കുകൾക്കുണ്ടായി. ബോൾഷെവിക്കുകൾക്കുണ്ടായ ആശയ സമരത്തിന്റെ വിജയം കൊണ്ട് തന്നെയാണ് റഷ്യൻ വിപ്ലവം വിജയത്തിലേക്ക് എത്താൻ സഹായകരമായത്. മാർക്സ് മുൻകൂട്ടി കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പിന്നോക്ക രാജ്യത്ത് വിപ്ലവം നടത്തി വിജയിക്കുന്നതിന് പിന്നിലേക്ക് ലെനിന്റെ അസാമാന്യമായ ഈ ദിഷ്ണാശക്തി തന്നെയാണ് അതിന് സഹായകരമായത്. അതുകൊണ്ടാണ് ആ കാലത്ത് അദ്ദേഹം 2 അടവുകൾ, സോഷ്യൽ ഡെമോക്രസിയുടെ 2 അടവുകൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് വളരെ വളരെ ബുദ്ധിപരമായി ശരിയായി രാഷ്ട്രീയമായ ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഏത് രാജ്യത്തെയാണെങ്കിലും, പ്രത്യേകിച്ച് മുതലാളിത്തം പൂർണ്ണ വളർച്ച പ്രാപിക്കാത്ത ഒരു രാജ്യത്തെ കർഷക ജനസാമാന്യത്തെ ഒരുമിച്ച് ചേർത്ത് തൊഴിലാളി കർഷക സഖ്യത്തോടുകൂടി അല്ലാതെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം വിജയിക്കില്ല എന്ന തിരിച്ചറിവ് ലെനിനുണ്ടായി. അതുകൊണ്ടാണ് മാർക്സ് പ്രവചിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന മുതലാളിത്തത്തിന്റെ ഉയർന്ന രൂപം പ്രാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മുമ്പേ റഷ്യയിൽ വിപ്ലവം നടക്കാനും അത് വിജയിക്കാനും അത് നിലനിർത്താനും കഴിഞ്ഞത്. It is in keeping with this that the slogan which the Bolshevik Party advanced, put forward as their program, was a revolutionary democratic dictatorship of workers and peasants. This was supposed to be the revolution towards which they were working, a revolution that would establish a state that would be a revolutionary democratic dictatorship of workers and peasants. I mentioned Lenin's breaking with the old idea of the European proletarian revolution standing alone on its own in 2 steps. The first step, as I mentioned, was to bring in even countries which had been till then relatively backward in terms of their capitalist development and bring in the peasantry and bring in a movement towards socialism, not immediately but through stages, through a democratic revolution, but nonetheless they were ripe for revolution, that the proletariat could form an alliance with peasantry and take even the backward countries too towards socialism. The second step, which was a crucial step, came with Lenin's theory of imperialism. Basically, Marx and Engels had seen the tremendous impact of imperialism. They had great sympathy for the suffering of the colonized people. And Marx wrote very insightfully about the kind of impact that colonialism had on the colonized economies, including, as you know, Marx's very deep and profound writings on India. But what Marx and Engels did not do, certainly Marx did not do, Engels little bit later on, was to look at the impact of colonialism on the metropolitan economies. That basically, when you look at the whole of capital discusses the exploitation of workers by capitalists within a mode of production, which is standing in isolation. There are references to imperialism, but those references are, as it were, on the side. Like volume 3 of Capital, there are references to imperialism providing a way to counter the falling tendency of the rate of profit. Even in volume 1 of Capital, there are lots of references to imperialism, but imperialism is not central to the analysis of capitalism, at least in that volume of Capital which Marx completed, which was volume 1 of Capital, which again, the reason for it is precisely because his focus was on the European proletarian revolution. Therefore, the exploitation of the proletariat played the central role
in his analysis in the volume 1 of Capital that he completed for the press. There is, however, a letter which he wrote to the Russian Narodnik just before his death, N.F. Danielson, in which he says about the drain from India, what the British take from India, without any quid pro quo, without any equivalent, simply take it away, leaving aside what they take and spend inside India. What they simply take away is the income of 60 million agricultural industrial laborers in India, is the same as the annual income of 60 million industrial and agricultural laborers in India. Now, obviously, a drain on such a scale would have an impact also on the metropolitan economy, on the British economy. But Marx really did not live to incorporate that into his analysis. Therefore, even though he was sympathetic to the condition of the exploited colonial peoples, he did not bring that into the center of the revolution, which Lenin did. ഇവിടെ അദ്ദേഹം ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഒരു വിപ്ലവ ജനാധിപത്യ സർവാധിപത്യം, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവ ജനാധിപത്യ സർവാധിപത്യം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ അദ്ദേഹം വിശദീകരണത്തിലേക്ക് പോയില്ലെങ്കിലും കൂടുതൽ പ്രഭാഷണം അതിൻ്റെ ദാർശനികമായ നിലയിലേക്ക് പോകുന്നതുകൊണ്ട് ആദ്യത്തെ ഭാഗത്തിൽ കുറേ നേരം വിശദീകരിച്ചൊരു കാര്യം ഒരു ലളിതമായ ഒരു വാചകം കൂടിച്ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി, അതായത് സാധാരണഗതിയിൽ ഉയർന്ന മുതലാളിത്ത വളർച്ച കൈവരിച്ച ഒരു രാജ്യത്ത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിൻ്റെ കേന്ദ്രഭാഗം, സ്വാഭാവികമായും മുതലാളികൾ ഒരു വർഗം എന്ന നിലയിൽ ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ അടിമച്ചങ്ങലകളെയും അത് തകർക്കും. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ജാതി ജന്മിത്വം, EMS പറഞ്ഞ ജാതി ജന്മി നാടുവാഴിത്തത്തെ എല്ലാം തകർക്കേണ്ടതാണ്. അത് EMSന്റെ പദപ്രയോഗമാണ് എന്ന് നമുക്ക് എല്ലാ സഹാക്കൾക്കും അറിയാം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ അങ്ങനെ തകർക്കാത്തതിൻ്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. യൂറോപ്പിൽ ഉണ്ടായ തിരിച്ചടികൾക്ക് ശേഷം മുതലാളിത്തം എല്ലാ നിലയിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ജന്മിത്വവുമായി സന്ധി ചെയ്യാൻ തുടങ്ങി. അത് കേരളത്തിലാണെങ്കിൽ നാടുവാഴിത്വവുമായി സന്ധി ചെയ്യും, ജാതീയതയുമായി സന്ധി ചെയ്യും, ജന്മിത്വവുമായി സന്ധി ചെയ്യും. അതുകൊണ്ട് ആ ഒരു ജോലി കൂടി തൊഴിലാളി വർഗം ഏറ്റെടുക്കുന്നതിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം ലെനിന്റെ സംഭാവനകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഞാനത് കുറച്ചൊന്നൊരു വാചകം കൂട്ടി വിശദീകരിച്ചത് നമുക്കിവിടെ എല്ലാവർക്കും അതേപോലെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അപ്പം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം അതാണ്, റഷ്യയിൽ ഉണ്ടായ ഈ സർവാധിപത്യം എന്ന് പറയുന്നത് സാധാരണ തൊഴിലാളി വർഗ സർവാധിപത്യം മാത്രമായി നമ്മൾ കാണരുത്, അത് ജനാധിപത്യപരമായ ഒരു സർവാധിപത്യം കൂടിയാണ്. ജനാധിപത്യപരമായ ഒരു വിപ്ലവത്തിന്റെ കടമകൾ പൂർത്തീകരിക്കുന്ന ജോലി അന്ന് റഷ്യയിൽ അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായിരുന്നു മാർക്സും ലെനിനും തമ്മിലുള്ള വ്യത്യാസം? രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്, രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പ്രധാനമായും വിശദീകരിക്കുന്നത് സാമ്രാജ്യത്വത്തെക്കുറിച്ചാണ്. സാമ്രാജ്യത്വത്തെ മാർക്സും കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ, ചിന്തകളിൽ. സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി കോളനി രാജ്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ച്, ദുരിത ജീവിതത്തെക്കുറിച്ച് എല്ലാം മാർക്സ് ഉത്കണ്ഠാകുലനായിരുന്നു, വാചാലനായിരുന്നു. അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ മാർക്സിന്റെ പഠനങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ മാർക്സിന്റെ പഠനം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഉൽപാദന പ്രക്രിയയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന മൂലധനത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ മേലെയുള്ള ചൂഷണത്തിലാണ് മാർക്സിന്റെ കേന്ദ്രീകരണം. ഒരു വർഗം എന്ന നിലയിൽ തൊഴിലാളിയെ ഒരു ഉൽപാദന പ്രക്രിയയിൽ ചൂഷണം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് മാർക്സ് പ്രധാനമായും കേന്ദ്രീകരിച്ചത്. എന്നാൽ ലെനിൻ കേന്ദ്രീകരിച്ചത് അതിൽ മാത്രമല്ല. അതാണ് അദ്ദേഹം അതിനുശേഷം വിശദീകരിക്കുന്നത്. കോളനി രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ മാർക്സും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ മാർക്സിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ എക്കോണമിയെ കുറിച്ചാണ്.
ഇവിടെ ക്യാപിറ്റലിന്റെ മൂലധനത്തിന്റെ 1-ാം വാല്യത്തിൽ അദ്ദേഹം സാമ്രാജ്യത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. സാമ്രാജ്യത്വം ഇന്ത്യ പോലെയുള്ള കോളനി രാജ്യങ്ങളിൽ നിന്നും നടത്തിയ ഊറ്റലിനെ കുറിച്ച്, സമ്പത്ത് ഊറ്റിയെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം 60 മില്യൺ എന്ന് പറഞ്ഞാൽ 6 കോടി മനുഷ്യരുടെ അധ്വാനം, കൃഷിക്കാരുടെ അധ്വാനം ഇതേപോലെ ഇന്ത്യയിൽ നിന്നും തിരിച്ചൊന്നും നൽകാതെ അത് ഊറ്റിയെടുത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയതിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് സമ്പദ്ഘടനയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മാർക്സ് കേന്ദ്രീകരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുതലാളിത്ത ചൂഷണത്തിലായിരുന്നെങ്കിൽ ലെനിൻ അത് കടന്ന് 3-ാം ലോക രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലേക്കും സാമ്രാജ്യത്വത്തിന്റെ സംഹാരാത്മകമായ ഒരു മുഖത്തിനെ കുറിച്ചും കൂടുതൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങി എന്ന പ്രത്യേകത കൂടി ലെനിനെ സംബന്ധിച്ചുണ്ട്. മാർക്സ് അദ്ദേഹത്തിന്റെ ഒരു കത്തിൽ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഥമമായ പരിഗണന വളർച്ച എത്തിയ മുതലാളിത്ത രാജ്യങ്ങളെ കുറിച്ചാണെങ്കിലും ലെനിൻ 3-ാം ലോക രാജ്യങ്ങളിലേക്കും അവികസിതമായ, റഷ്യയുടെ പ്രത്യേകത അവികസിതമായ മുതലാളിത്തമാണ്, അവികസിതമായ മുതലാളിത്ത രാജ്യങ്ങളിലേക്കും സാമ്രാജ്യത്വത്തിന്റെ പങ്കും കുറെ കൂടി അനാവരണം ചെയ്യാൻ ലെനിന്റെ സംഭാവനകൾക്ക് കഴിഞ്ഞു എന്ന പ്രത്യേകതയുണ്ട്. Lenin developed a theory of imperialism which was based on the writings which other people had done, Hilferding, Hobson, who was an English liberal parson. But the theory was unique. What it argued was this: that capitalism now had reached the stage of monopoly through centralization of capital, the coming together of bigger and bigger blocks of capital, a process that Marx had said is absolutely essential feature of capitalism. Through centralization of capital, you had got the formation of monopolies through centralization of finance, you had got big banks coming together, then you had a coalition of banks with the monopoly industries which had formed cartels, and on the basis of this, you had the development of a financial oligarchy. A small group of 100-200 people sat on the board of directors of lots of companies, and they basically belonged to this financial oligarchy, which meant a fusion of finance with industry. But this financial oligarchy is something which was in each developed country. There was a British finance capital, that is fusion of banking and industrial capital in Britain. British finance capital presided over by a British financial oligarchy. German finance capital presided over by a German financial oligarchy. French finance capital presided over a French financial oligarchy, and so on. These wanted larger and larger economic territories for obtaining raw materials, for finding markets, for finding places to which capital could be exported, and so on. Therefore, the entire world had got divided into the economic territories, or either of British finance capital and therefore of the British financial oligarchy, or French financial capital, French financial oligarchy, and so on. Therefore, the whole world had got divided. The only way possible was a redivision of the world. If suddenly you have the emergence of German finance capital and German financial oligarchy, which becomes powerful, wants to get a larger share of this divided world, larger share of economic territory from this already divided world, then it would get that larger share only by fighting a war with France.
or fighting a war with Britain. Lenin explained the First World War in this manner. Besides, the moment you see that really now the emergence of monopoly capital had really pitted different monopoly combines against one another, and therefore wars from now on are going to happen. That's what Lenin argued. In that case, what are these wars? These wars are wars in which French workers are being asked to shoot at German workers across the trenches. German workers are being asked to shoot at British workers across the trenches. Workers from the colonial countries, like India, for instance, are being asked to shoot against workers, let us say, from the British colonies, like India, are being asked to shoot against workers from from German colonies and so on, or Japanese colonies. Therefore, you have inter-imperialist rivalry, which takes the form of periodic world wars, and these world wars are wars in which workers are being made to fight against one another, in which the people from the colonies are being made to fight against one another and against workers from the advanced capitalist countries. And therefore, that shows the bankruptcy to which capitalism had come. That shows the savagery that capitalism was now unleashing upon the world. If you want to save the world from this savagery, in that case, you have to turn what Lenin said, the imperialist war into a civil war. Let the workers of Germany not fight the workers of France across the trenches, but let them turn their guns against German capitalists who were making them fight against the French workers. Therefore, this whole idea of making an imperialist war into a civil war, making this war as an occasion for a revolution, is something which was a very specific contribution to Lenin. I'd just like to contrast it, for instance, with an alternative position which was taken by a great revolutionary, Rosa Luxemburg. Rosa Luxemburg had argued that against the war, the European workers should get together and form a European peace movement, that instead of France and Germany fighting, let French workers and German workers come together to develop an international European peace movement. Lenin's argument was somewhat different and went further. He said, no, it's not enough to just have a peace movement. Let the French workers turn their guns on French capital. Let the German workers turn their guns on German capital. സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പും ചിന്തകർ ഉണ്ടായിട്ടുണ്ട്. സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് ഒരുപാട് പേർ ഉണ്ടായിട്ടുണ്ട്. മാർക്സ് തന്നെ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ലെനിൻ വളരെ വ്യത്യസ്തനായിരുന്നു. സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ ലെനിൻ്റെ വ്യത്യസ്തത എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനം. മാർക്സ് മൂലധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മൂലധനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. മൂലധനം ഒരു ഘട്ടം കഴിയുമ്പോൾ കുത്തക മുതലാളിത്തമായി വളർച്ച പ്രാപിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ബാങ്കുകളും വ്യവസായങ്ങളും അതിൻ്റെ മൂലധനവും ഒരുമിച്ച് വരുന്നതിനെ സംബന്ധിച്ചും കാർട്ടലുകൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചും മാർക്സ് വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ വളർച്ച പ്രാപിച്ച ഒരു മുതലാളിത്ത രാജ്യത്തിൽ പല കമ്പനികളുടെയും ബോർഡ് ഓഫ് ഡയറക്ടർമാരായി ഒരുപിടി കുത്തക മുതലാളിമാർ വരുന്നതിനെ സംബന്ധിച്ച് മാർക്സ് അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഇതുപോലെ ബ്രിട്ടീഷ് കുത്തകകളായിരുന്നെങ്കിൽ
ഫ്രാൻസിൽ ഫ്രഞ്ച് കുത്തകകൾ ഇതുപോലെ തന്നെ വളർന്നു വരുന്നുണ്ട്. ബ്രിട്ടന്റെ പ്രത്യേകത അനുസരിച്ചാണെങ്കിൽ വ്യാവസായിക മൂലധനവും അതുപോലെ ബാങ്കിങ് മൂലധനവും തമ്മിലുള്ള ഉഗ്രഥനമുണ്ട്. അത് ഈ കുത്തകവൽക്കരണത്തെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ലെനിൻ അതിനപ്പുറം കടക്കുകയാണ്. ലെനിൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, വളരുംതോറും ഈ വ്യാവസായിക മൂലധനത്തിന്, മുതലാളിത്ത മൂലധനത്തിന് അവർ ലോകത്തെ തന്നെ വിഭജിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ചില ഭാഗങ്ങൾ ഫ്രഞ്ച് മുതലാളിത്തത്തിന്റെ കയ്യിലാണെങ്കിൽ മറ്റു ചില ഭാഗങ്ങൾ ബ്രിട്ടീഷ് കുത്തകകളുടെ കയ്യിലായി ലോകം തന്നെ വിഭജിക്കപ്പെട്ടു. അവിടെയാണ് ലെനിൻ ചൂണ്ടിക്കാണിക്കുന്നത്, പുതിയതായി ഒരു ജർമ്മൻ കുത്തകവൽക്കരണം നടക്കുകയും ജർമ്മൻ കുത്തകകളും വളർന്നു വരികയാണ്. ജർമ്മൻ കുത്തകവൽക്കരണത്തിന്റെ വേഗത വർദ്ധിക്കും തോറും നേരത്തെ തന്നെ വിഭജിക്കപ്പെട്ടു പോയ ലോകത്തിന്റെ മാർക്കറ്റുകളിലേക്ക് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വരണമെങ്കിൽ ഒരു പുനർവിഭജനം ആവശ്യമായി വരുന്നു. ഇവിടെയാണ് ലെനിൻ ചൂണ്ടിക്കാണിച്ച സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ആരംഭിക്കുന്നത്. ഈ കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. ലെനിൻ വിശദീകരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കുണ്ടാകാൻ സാധ്യതയുള്ള ലോകയുദ്ധങ്ങളെ സംബന്ധിച്ച്, മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് ലെനിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം ഇതാണ് എന്ന് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ഇവിടെയാണ് ലെനിൻ പറയുന്നത് മുതലാളിത്തത്തിന്റെ പാപ്പരത്വം എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ മുതലാളിത്തത്തിന് കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് മുതലാളിത്തത്തിന്റെ പാപ്പരത്വം തൊഴിലാളി വർഗം ഉപയോഗിക്കണം എന്ന് ലെനിൻ ചിന്തിക്കുന്നത് അവിടെയാണ്. ഈ യുദ്ധത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പങ്ക് എന്തായിരിക്കണം? അവിടെയാണ് സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള ലെനിന്റെ തീസീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. അദ്ദേഹം പറയുന്നത്, ഫ്രഞ്ച് തൊഴിലാളികൾ ജർമ്മൻ തൊഴിലാളികൾക്കെതിരായി നിലയുറപ്പിക്കുന്നുണ്ട്, അവർ യുദ്ധം ചെയ്യുന്നുണ്ട്, നിറയൊഴിക്കുന്നുണ്ട് ഫ്രഞ്ചുകൾക്കപ്പുറം. അതിന് കാരണം അവരുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, കുത്തകകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അവരെ ഭാഗവാക്കാക്കുകയാണ്. ലെനിൻ വളരെ സന്ദർഭോചിതമായി ഉന്നയിച്ചത്, ഈ സാമ്രാജ്യത്വ യുദ്ധങ്ങളെ, ഈ ലോകയുദ്ധങ്ങളെ, സാമ്രാജ്യത്വ വൈരുദ്ധ്യത്തെ തൊഴിലാളി വർഗം ഒരു സിവിൽ വാറായി മാറ്റണം എന്നാണ്. തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഈ അവസരത്തെ ഉപയോഗിക്കണം എന്നാണ് ലെനിൻ പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ വിപ്ലവത്തിന്റെ തന്നെ വളരെ വ്യത്യസ്തമായ മറ്റൊരു ചിന്താധാര മനസ്സിലാക്കേണ്ടത്. അത് മറ്റാരുടേതുമല്ല, റോസ ലക്സംബർഗിന്റെയാണ്. റോസ ലക്സംബർഗ് വാദിച്ചത്, ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ യുദ്ധങ്ങൾ വളർന്നു വരുമ്പോൾ യൂറോപ്പിലെ തൊഴിലാളി വർഗത്തിന്റെ കടമ എന്ന് പറയുന്നത് ഒരു യൂറോപ്പിലാകെയുള്ള തൊഴിലാളികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സമാധാനത്തിന്റെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തണം എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ബ്രിട്ടനിലെയും തൊഴിലാളികൾ പരസ്പരം പോരടിക്കുന്നതിന് പകരം യൂറോപ്പിലുള്ള തൊഴിലാളി വർഗത്തെ മുഴുവനും ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യൂറോപ്പിലെല്ലാം അലയടിച്ചുയരാൻ കഴിയുന്ന ഒരു സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കണം എന്നാണ് റോസ ലക്സംബർഗ് പറഞ്ഞതെങ്കിൽ, പകരം ലെനിൻ സിദ്ധാന്തിച്ചത് അതിനെ തൊഴിലാളി വർഗത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി സന്ദർഭോചിതമായി ഉപയോഗിക്കണം എന്നാണ് ലെനിൻ മുന്നോട്ട് വെച്ച ആശയം. There is a very important theoretical point here which I would like to bring to your notice. That basically Marx had said, historical materialism says that a mode of production becomes historically obsolete when it can no longer develop the productive forces any longer. That the relations of production become a fetter on the development of the productive forces. This is well known. This is basically what historical materialism says. But how do we know? How do we know when the relations of production have become a fetter on the productive forces? For a very long time, there was an understanding that we would know this only when the system enters into a prolonged crisis. That basically when the system can no longer
develop the productive forces, when it enters into a prolonged crisis, it is then that we know that the time has come to replace the system. But capitalism had not entered into any prolonged crisis for a very long time, because of which Edward Bernstein, who was originally a socialist, revised, which from where the word revisionism comes, revised the socialist agenda, saying that, look, no crisis has come. Therefore, the idea that capitalism needs to be overthrown is something which is an old idea, old-fashioned idea. What we really need to do is to reform capitalism to get a better share for the workers within capitalism. Therefore, and then this is what was called revisionism. Against this revisionism, and this happened in the German Social Democratic Party, against this revisionism, the revolutionaries, like Rosa Luxemburg, argued that no, in fact, the crisis may not have come, but the system is heading towards a breakdown. That basically, as you know, Rosa Luxemburg's argument was that capitalism requires, for continued accumulation, access to pre-capitalist markets like colonies, India, China, and so on. The moment they exhaust these pre-capitalist markets, the moment all these markets are captured by capitalism and no more markets are left, the system would collapse. Though, of course, she argued that long before that, the proletariat would have overthrown the system. But the revolutionary cause was always argued by referring to the possibility of a breakdown. Therefore, Bernstein was arguing, no crisis, no breakdown. And people like Rosa Luxemburg was arguing that no, of course there is going to be a breakdown. Lenin broke with this entire argument that the symptom of a system becoming historically obsolete was not a protracted crisis, was not an economic breakdown, but the fact that it involves mankind in wars, the fact that it involves the proletariat in wars, the fact that it actually makes the workers of one country fight workers of another in the interests of the capital of one country against the capital of another, is the symptom of the barbarism to which this mode of production has brought mankind. And therefore, Lenin's theory of imperialism provided a solution, if you like, to the theoretical question which had been raised within Marxism for a very long time, that basically, do we believe that a breakdown is coming, or do we believe breakdown is not coming? If it is not coming, we should be working for reforms. Lenin said, no, that's the wrong thing to look at. What we have to look at is the barbarism that the system is unleashing upon mankind. And that barbarism must be stopped, and to stop that, we must go beyond the capitalist system. ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി എന്ന് പറയുന്നത്, മുതലാളിത്തം അതിൻ്റെ വളർച്ചയിൽ ഒരു പ്രത്യേക ഘട്ടം എത്തി, പ്രത്യേകിച്ച് കുത്തകവൽക്കരണം നടക്കുമ്പോൾ ഉൽപാദന ശക്തികൾ പിന്നീട് വളരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. അതിനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പ്രസിദ്ധമായ സുപ്രസിദ്ധമായ ഒരു ഉദ്ധരണി ഉള്ളത്. ഉൽപാദന ബന്ധങ്ങൾ തന്നെ ഉൽപാദന ശക്തികളുടെ കാൽച്ചങ്ങലയായി മാറും. അവിടെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ പങ്ക് വളരെ പ്രധാനമായും വരുന്നത്. മുതലാളിത്ത വളർച്ചയെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ട തൊഴിലാളി വർഗം ആ സന്ദർഭത്തിലാണ് ഇടപെടുന്നത്. പക്ഷെ ഇത് എങ്ങനെ അറിയും? ഈ സിദ്ധാന്തം ശരിയാണ്, തിയറി ശരിയാണ്, പക്ഷെ പ്രായോഗികമായി ഏത് സന്ദർഭത്തിലാണ് അത് എത്തിയിരിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കും?
ഇതിനെ സംബന്ധിച്ചും ഒരുപാട് വ്യത്യസ്തമായ ചിന്തകളുണ്ട്. നോക്കൂ, ഈ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധി അത് നീണ്ടു നിൽക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാവർക്കും മനസ്സിലാകുക. പക്ഷെ അന്നത്തെ ഘട്ടത്തിൽ സമ്പദ്ഘടനയിൽ നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് റിവിഷനിസം രംഗപ്രവേശം ചെയ്യുന്നത്. ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അകത്താണ് ഈ തർക്കമുണ്ടാകുന്നത്. ബേൺസ്റ്റൈൻ അദ്ദേഹമാണ് വാദിക്കുന്നത്, മുതലാളിത്തത്തിന് നമ്മളിപ്പോൾ മാർക്സ് ചൂണ്ടിക്കാണിച്ച നിലയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പ്രതിസന്ധി ഉണ്ട്, പക്ഷെ അത് മൂർച്ഛിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ടത് മുതലാളിത്തത്തിന് തകർക്കുന്നതിന് പകരം, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് കടക്കുന്നതിന് പകരം തൊഴിലാളി വർഗം ഈ മുതലാളിത്തത്തെ പരിഷ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് റിഫോമിസം. തൊഴിലാളി വർഗം മുതലാളിത്തത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഒരു പരിഷ്കരണം കൊണ്ടുവന്ന് തൊഴിലാളികൾക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ, കുറച്ചുകൂടി വേതനങ്ങൾ, കുറച്ചുകൂടി നല്ല സേവന വ്യവസ്ഥ ഉറപ്പാക്കി കൊടുക്കാൻ ഇടപെടണം. ഇതിനെയാണ് റിവിഷനിസം എന്ന് പിന്നീട് വിളിച്ച പദപ്രയോഗം അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ അതേ പാർട്ടിയിൽ തന്നെ അതിശക്തമായ മറ്റൊരു വാദഗതിയുണ്ട്. അത് റോസ ലക്സംബർഗിന്റെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോസ ലക്സംബർഗ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ്. അവർ പ്രധാനമായും ഊന്നിയത് മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക്, മുതലാളിത്തത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും ആവശ്യകരമായ ഒരു കാര്യമാണ് മൂലധന സഞ്ചയം. മൂലധനം കൂടുതൽ കൂടുതൽ സ്വരുക്കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും മുതലാളിത്തം പ്രതിസന്ധിയിലാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ മാർക്കറ്റുകൾ തേടിയുള്ള കോളനി രാജ്യങ്ങൾ, ആ കോളനി രാജ്യങ്ങളെ പങ്കിട്ടെടുത്തതിന് ശേഷം വീണ്ടും പുതിയ മാർക്കറ്റുകൾ തേടിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് ഈ കാൽച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കഴിയണം എന്നും റിവിഷനിസം അല്ല പ്രായോഗികമായി ചെയ്യേണ്ടത് എന്ന വാദവും ഉയർന്നു വന്നു. ലെനിൻ ഇവിടെ മൂലധനത്തിന്റെ ഈ പ്രാകൃതമായ സ്വഭാവത്തെ, പ്രാകൃത മൂലധന സഞ്ചയത്തെ, അതുപോലെ തന്നെ മൂലധനത്തിന്റെ ഒരു വളരെ നിഷ്ഠൂരമായ അതിൻ്റെ മുഖത്തെ, മുതലാളിത്തത്തിന്റെ അനാവരണം ചെയ്യുകയും അതിനെ എതിർക്കുകയും അതിനെ തകർക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും മുന്നോട്ട് കൊണ്ടുവന്നതിൽ ലെനിൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. There was a very important theoretical implication of Lenin's theory of imperialism, and that was the following. If capitalism now envelopes the entire world, if capitalism now has really got the entire world in its grips, and now it is fighting for a redivision of an already divided world, if the entire mankind, that is the working mankind, not just the workers in Europe, but the peasants and workers in India, in Egypt, in Ethiopia, wherever, if the entire working mankind is now being forced to fight wars on behalf of capitalism, is now being forced to be exploited by capitalism, which takes away their surplus, in that case, it has become a worldwide phenomenon in the true sense of the term, which basically means that now the revolution against capitalism is not necessarily only a European affair. The revolution against capitalism is now a world revolution. That basically anywhere in the world, if you have a revolution in India, then that is also going to affect the position of capitalism in Europe. Therefore, now there was a shift that Lenin brought about because of his theory of imperialism from a focus on a European socialist revolution to a world revolution. The world revolution is, of course, something which does not break out all over the world at the same time. What it does is that it may happen in individual countries, but what happens in any individual country has an effect on the system as a whole. It's something which is going to affect what happens in other countries.
And in this process, what Lenin's argument was, in this process, therefore, or as he put it, the entire world is actually chained by capital, and a chain can be broken at its weakest link. The weak link may be Russia, the weak link may be India, the weak link may be China, the weak link may be Venezuela, but if a chain is broken at its weakest link, chain is always broken at its weakest link, then it affects the entire chain, and therefore it affects capitalism as a whole. Therefore, the visualizing of a world revolution which can break out anywhere, and the fact that this world revolution, through a process, not immediately, through a process, is going to take the world towards socialism is something which came out of Lenin's theory of imperialism. What is more, of course, where the link is broken, it's not as if you immediately move to socialism. Where the link is broken, if it is a country with large number of peasants, then you have to go through the democratic phase. But as I mentioned earlier, the first step that Lenin had taken was to argue that actually the revolution is not confined to Europe, it can even happen in backward countries, but of course it will be a democratic revolution moving in stages to socialism. Now the argument is that if it's a democratic revolution moving in stages to socialism in country one, it also affects the entire world. So the idea of moving from a European socialist revolution carried out exclusively by the proletariat to a world revolution carried out by the working people of the world, which means the workers, the peasants, the petty producers, and all together, was a remarkable step. Corresponding to it, you had the coming into being of an international, the Communist International, the like of which the world had never seen. We talk of the Communist International as the third international. The first international was in Marxist time. The second international is the one that Lenin broke. The third international was set up. Now the first and second internationals did not have people from the third world. They did not have peasant representatives. The third international did. It was genuinely an international in which representatives from Britain, France, Germany, Italy rubbed shoulders with representatives from India, China, Vietnam, Mexico, Venezuela, Brazil. Therefore, it actually developed an international working people's movement which was genuinely international. In one of his last writings, Lenin writes, when he had given up hopes in a German revolution, after the Bolshevik Revolution, there was a lot of hope that Germany will be the next country to witness a revolution. The German Revolution was tried and collapsed. Rosa Luxemburg was killed. Karl Liebknecht and Rosa Luxemburg were killed because of the German Revolution, which failed, and so on. But when Lenin had given up hopes in a revolution in Europe, sustaining, as it were, the Bolshevik Revolution, which had remained isolated, he turned his eyes towards India and China. And he had great hopes that not only would India and China have revolutions, but India, China, and Russia together would, since their populations amount almost to half of humanity, would actually acquire a decisive edge in the fight over capitalism, fight against capitalism. സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള ലെനിൻ്റെ സിദ്ധാന്തം മുന്നേറുന്നത് മൂലധനം ഒരു ഘട്ടം കഴിയുമ്പോൾ മുതലാളിത്ത വളർച്ചയിൽ ലോകത്തെ മുഴുവനും അതിൻ്റെ കരാള ഹസ്തങ്ങളിൽ അമർത്തും എന്നായിരുന്നു ലെനിൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ലോകത്ത് മുഴുവനുമുള്ള തൊഴിലാളി വർഗം
അതിൻ്റെ ഭാഗമായി ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളും പരിമിതികളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങളും എല്ലാം നേരിടേണ്ടി വരുന്ന സാധാരണ തൊഴിലാളികൾ, അവർ ലോകത്തെ എല്ലായിടത്തും ഉള്ള കഷ്ടപ്പെടുന്ന ജനങ്ങൾ, അവർ ഉയർത്തെഴുന്നേക്കും എന്നാണ് ലെനിൻ പറഞ്ഞത്. നേരത്തെ വിപ്ലവം യൂറോപ്പിൽ മാത്രം എന്ന് പറഞ്ഞതിന് പകരം വിപ്ലവത്തിന് യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു സാർവദേശീയ സ്വഭാവം ഈ സിദ്ധാന്തത്തിലൂടെ കൈവരികയാണ്. ഇന്ത്യയും യൂറോപ്പിലെ വിപ്ലവം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമാണെങ്കിൽ ഇതൊരു ലോക വിപ്ലവമാണ്. ആ ലോക വിപ്ലവത്തിൽ തന്നെ സ്വാഭാവികമായും അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കാരണം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ മുതലാളിത്തം വളർന്നു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനു മുമ്പ് അത് വിശദീകരിച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ലെനിന്റെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ചങ്ങലയുടെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് പൊട്ടിക്കേണ്ടത് എന്നാണ്. സാമ്രാജ്യത്വത്തിന് ഒരു ചങ്ങലയായി സാമ്രാജ്യത്വം ലോകത്തെ മുഴുവനും ഒരു മാർക്കറ്റായി തങ്ങളുടെ കാൽക്കീഴിൽ ചവിട്ടി അമർത്തുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും ദുർബലമായ കണ്ണി എവിടെയാണോ അവിടെയാണ് പൊട്ടിക്കേണ്ടത്. ആ കണ്ണി ഇന്ത്യയാകാം, ആ കണ്ണി ചൈനയാകാം, ആ കണ്ണി വിയറ്റ്നാം ആകാം, ആ കണ്ണി ഏതൊരു രാജ്യവുമാകാം. അപ്പൊ സ്വാഭാവികമായും യൂറോപ്പിലായിരിക്കും ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുന്നത് എന്ന് പറയുന്നതിന് പകരം സാർവദേശീയമായി മുതലാളിത്തം വളർന്ന് സാമ്രാജ്യത്വമായി വളർച്ച വികസിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണി പൊട്ടിക്കണം എന്ന ലെനിന്റെ ആഹ്വാനം വരുന്നത് അങ്ങനെയാണ്. ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPIM നമ്മുടെ പാർട്ടി പരിപാടിയെ സംബന്ധിച്ചും കൂടി പ്രസക്തമായതുകൊണ്ട് ആ ഭാഗത്തെ കുറച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ചങ്ങല മുറിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കണമെന്നില്ല. കാരണം ദുർബലമായ സ്ഥലത്താണ് കണ്ണി പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സോഷ്യലിസത്തിലേക്ക് മുന്നേറുക. അതുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങളിൽ ഒരു ജനാധിപത്യ വിപ്ലവം ഉണ്ടാകേണ്ടി വരും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഘട്ടം ഘട്ടമായി മാത്രമേ അതിനൊരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പറയാൻ ലോകത്ത് പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്. നേരത്തെ പറഞ്ഞത് തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടം ആണെങ്കിൽ, മുതലാളിത്തത്തിനകത്തുള്ള തൊഴിലാളി വർഗത്തിന്റെ മാത്രം ഒരു പോരാട്ടമാണ് വിപ്ലവമെങ്കിൽ, ഇവിടെ അതിന് കുറെ കൂടി തീവ്രമായ, കുറെ കൂടി വിഭിന്നമായ, കുറെ കൂടി അർത്ഥതലങ്ങളുള്ള, കുറെ കൂടി സമ്പുഷ്ടമായ ഒരു വിപ്ലവത്തിന്റെ അന്തസത്തയാണ് ലെനിൻ നമുക്ക് വേണ്ടി തുന്നിയത്. കാരണം അദ്ദേഹം പറഞ്ഞത് പണിയെടുക്കുന്ന എല്ലാവരുടെയും വിപ്ലവം എന്നാണ്. അതിൽ തൊഴിലാളികളുണ്ട്, കൃഷിക്കാരനുണ്ട്, ചെറിയ കൂലിവേലക്കാരനുണ്ട്, സ്വത്ത് ഇല്ലാത്ത എല്ലാ നിലയിലുമുള്ള വർഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ മാത്രം വിപ്ലവം എന്നുള്ള നിലയിലല്ല, പണിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും വിപ്ലവം എന്ന വ്യത്യസ്തത ലെനിൻ വിപ്ലവത്തിന്റെ ആശയത്തിന് കൊണ്ടുവന്നു. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിൽ മാത്രം നടക്കുന്ന ഒരു വിപ്ലവം എന്നതിന് പകരം ലോകത്ത് മുഴുവനും നടക്കുന്ന ഒരു വിപ്ലവം എന്ന നിലയിലേക്ക് അദ്ദേഹം മാർക്സിയൻ ചിന്തയെ വികസിപ്പിച്ചു. സാർവദേശീയമായ ഒരു വിപ്ലവം എന്നതിൻ്റെ അർത്ഥം എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയത്ത് ഒരുപോലെ വിപ്ലവം നടക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ അത് ചൈനയിലായിരിക്കും, ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിയറ്റ്നാമിലായിരിക്കും, വെനിസ്വേലയിലായിരിക്കും. എവിടെയാണ് നടക്കുക എന്ന് പറയാൻ കഴിയില്ല. എവിടെയും നടക്കാം, ഒരേ സമയത്ത് നടക്കണമെന്നില്ല. നടക്കുന്ന സ്ഥലത്ത് ആ പ്രത്യേക ഘട്ടത്തിന് ആവശ്യമായ ഒരു പുരോഗതി, സാമൂഹിക വികാസം ആ ഘട്ടത്തിൽ കൈവരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, തൊഴിലാളി വർഗത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം എന്നതിൽ ഒതുക്കി നിർത്താതെ ഒരു ജനാധിപത്യ വിപ്ലവത്തിന്റെ തലങ്ങളിലേക്ക് ലോക വിപ്ലവത്തെ അങ്ങനെ ചിന്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദുർബലമായ കണ്ണികൾ മുറിക്കുമ്പോൾ അദ്ദേഹം കണ്ടത്, ദുർബലമായ ഒരു കണ്ണി പൊട്ടുമ്പോൾ അത് ആ ഒരു ചെറിയ രാജ്യത്ത് മാത്രമല്ല അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത്, അത് തിരിച്ച് മുതലാളിത്തത്തിന്റെ കേന്ദ്രീകരണം നടക്കുന്ന രാജ്യത്ത്, സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലെ വിപ്ലവം പ്രധാനമാണ് എന്ന് അദ്ദേഹം കണ്ടത്.
ലെനിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം എഴുതിയപ്പോൾ എല്ലാവരും അന്ന് പ്രതീക്ഷിച്ചിരുന്നത്, ലെനിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് ജർമ്മനിയിലായിരിക്കും റഷ്യയ്ക്ക് ശേഷം ജർമ്മനിയിൽ ഒരു വിപ്ലവം ഉണ്ടാകും എന്നാണ്, ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോസ ലക്സംബർഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൊല്ലപ്പെട്ടു, ജർമ്മനിയിലെ വിപ്ലവം അടിച്ചമർത്തപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇന്ത്യയെയും ചൈനയെയും എല്ലാം പ്രതീക്ഷാപൂർവം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ആ വിപ്ലവത്തിന്റെ സ്വഭാവം എന്താണെങ്കിലും പണിയെടുക്കുന്ന മുഴുവൻ മനുഷ്യരും നടക്കുന്ന പോരാട്ടത്തെ, ലോകത്തെല്ലായിടത്തുമുള്ള പോരാട്ടത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടെയാണ് ഇന്റർനാഷണൽ സാർവദേശീയത എന്ന് പറയുന്ന വാക്കിനെ ഏറ്റവും അർത്ഥസമ്പുഷ്ടമാക്കിയ ദാർശനികൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലെനിനാണ്. 3 ഇന്റർനാഷണലുകൾ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലുകൾ ഇതിന്റെ ഭാഗമാണ്. സാർവദേശീയമായ പണിയെടുക്കുന്ന ആളുകളുടെ കൂട്ടായ്മ അവരുടെ സാഹോദര്യമാണ്. പക്ഷെ 1-ാം ഇന്റർനാഷണൽ നിങ്ങൾക്കറിയാം മാർക്സിന്റെ കാലത്ത് തന്നെ ഉണ്ട്. പക്ഷേ ലെനിന്റെ കാലത്തെ ഇന്റർനാഷണൽ ആകുമ്പോഴത്തേക്കും അതിന് വ്യത്യാസം വന്നിരിക്കുന്നു. യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ, അവർ സഹോദര തുല്യരായി ഇന്ത്യയിൽ നിന്ന് വന്നവരെ, ചൈനയിൽ നിന്ന് വന്നവരെ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ കാണാൻ തുടങ്ങി. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി, അവർക്ക് പൊതുപ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ലോകത്തെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, സാധാരണക്കാർ, എല്ലാ വിഭാഗം ആളുകൾ, പണിയെടുക്കുന്നവർ മുഴുവനും ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ശരിയായ ഒരു സാർവദേശീയ വീക്ഷണം തൊഴിലാളി വർഗ പോരാട്ടങ്ങളിൽ കൊണ്ടുവരുന്നതിൽ മഹാനായ സഖാവ് ലെനിൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. So I began by saying that Marx and Engels had basically visualized a European socialist revolution. While now, with Lenin, what you have is that the revolution can break out anywhere, not necessarily in Europe. No matter where it breaks out, it would have to be against capitalism. And its anti-capitalist character would necessarily lead it to a socialist revolution, but through stages. So the idea that a socialist revolution can arise only in Europe or only in a developed capitalist country is an idea that actually was broken by Lenin. He was talking of a world revolution. We can break out anywhere, wherever the link is weak, and of course, any such revolution through stages would move towards socialism while it would influence developments elsewhere. Now this, as you know, has been the experience through the 20th century. The 20th century revolutions have all occurred largely within countries that are relatively underdeveloped, Cuba, China, Vietnam, and so on. And all of them have through stages moved towards socialism. And of course, this has had a profound impact upon the world revolutionary process. But in this way, while Lenin's perception of imperialism provided an overall clarity of understanding as far as world capitalism was concerned, it also tried to explain why revolution had not broken out in Europe. And the answer which Lenin gave was his theory of labor aristocracy, that monopoly super profits which are squeezed out from the colonies and the outlying regions, these super profits are used to bribe a segment of an upper segment of the working class and particularly trade union leadership into taking reformist, non-revolutionary positions. So the fact that you actually have the growth of reformism in European working class movement is because of the fact that you actually have super exploitation in the third world colonies and so on. This was an idea that had originally been put forward by Engels, and this idea was carried through by Lenin in his theory of imperialism. But the point which I want to
ask is how is it that Lenin produced all these ideas that actually extended the scope of the revolution that Marx and Engels had originally thought about. Not just because he was a clever man, which he was, but I think there is a methodological point here, which the Hungarian philosopher George Lukács brings out in his biography of Lenin. Lukács says that Lenin's thinking was influenced by what he calls the actuality of the revolution. That the revolution for Lenin was not just something that happens in the future, not just some kind of a scholastically arrived at intellectual target, but he thought all the time of the revolution as a concrete possibility. The actuality of the revolution. The revolution is an actual thing. Lenin's entire thinking was always, what is the route that I can take from the here and now today to the revolution? Of course, the here and now today may change, in which case my perception of the route may change. But fundamentally, his thinking was always impregnated by this idea of the actuality of the revolution. And that is why he could actually see the way in which the world revolutionary current was moving and could adjust his thinking according to that particular manner. So the actuality of revolution is what really constitutes the fundamental difference between Lenin and many of his contemporaries, and it is this which actually enabled him to extend the scope and the concept of revolution beyond what Marx and Engels had originally visualized. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് വിപ്ലവവും സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണവും ഓരോ ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നതിനോടൊപ്പം നേരത്തെ മാർക്സ് വിഭാവനം ചെയ്ത വിപ്ലവത്തെ സംബന്ധിച്ചിട്ടുള്ള ധാരണകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളടക്കത്തിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. യൂറോപ്പിൽ മാത്രം നടക്കുന്നൊരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നോക്ക രാജ്യങ്ങളിൽ എവിടെയും നടക്കാൻ കഴിയുന്ന, കണ്ണികൾ ഏറ്റവും ദുർബലമായ എവിടെയും പൊട്ടാൻ കഴിയുന്ന സാമ്രാജ്യത്വ കണ്ണികളെ പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന വിപ്ലവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം 20-ാം നൂറ്റാണ്ടിൽ ആവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. അത് നിങ്ങൾ പിന്നീട് നടന്ന വിപ്ലവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ചൈന, ക്യൂബ, വിയറ്റ്നാം, എവിടെ എടുത്താലും ഇത്തരത്തിലുള്ള അവികസിതമായ രാജ്യങ്ങളിലാണ് വിപ്ലവം നടന്നത്. എൻ്റെ പ്രശ്നം, നമ്മുടെ പ്രശ്നം എന്തുകൊണ്ട് ലെനിൻ വ്യത്യസ്തനാകുന്നു എന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ലെനിൻ വ്യത്യസ്തനായി എന്നുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഹംഗേറിയൻ ചിന്തകനായിട്ടുള്ള ജോർജ് ലൂക്കാസ്, അദ്ദേഹം ലെനിനെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ക്ഷമിക്കണം, അതിന് മുമ്പൊരു പോയിന്റ് ഉണ്ട്, ഞാൻ അതും കൂടി വിശദീകരിച്ചിട്ട് ഇതിലേക്ക് വരാം. അദ്ദേഹം അതുമാത്രമല്ല ചെയ്തത്, എന്തുകൊണ്ടാണ് യൂറോപ്പിൽ വിപ്ലവം നടക്കാതെ പോയത് അതും അദ്ദേഹം വിശദീകരിച്ചു. അതിന് കഴിഞ്ഞത്, അത് നമ്മളെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ്, അതിന് കഴിഞ്ഞത് മുതലാളിത്തം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഊറ്റിയെടുക്കുന്ന സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്, അതായത് അമിതമായ ലാഭമുണ്ട്. സാധാരണ ഒരു മുതലാളിത്ത ഉൽപാദന പ്രക്രിയയിൽ എടുക്കുന്ന ലാഭത്തിനപ്പുറം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളനി രാജ്യങ്ങളിൽ നിന്നും സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്നും മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും ഊറ്റിയെടുക്കുന്ന ഈ മൂലധനം, ആ മൂലധനത്തെ അവരുടെ രാജ്യത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള തൊഴിലാളികളിൽ തന്നെ ഒരു ചെറിയ വിഭാഗത്തെ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ബ്രൈബിംഗ് എന്നാണ്. നമ്മൾ സാധാരണ ബ്രൈബിംഗ് എന്ന് പറയുമ്പോൾ അഴിമതിയും കൈക്കൂലി, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ നാണയത്തൊട്ടുകൾ ഈ തൊഴിലാളി വർഗത്തിന് എറിഞ്ഞു കൊടുത്താണ് അവരെ സ്വാധീനിച്ചത്. അതിനെയാണ് ഈ റിഫോമിസം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഉൽപാദന പ്രക്രിയയെ മാറ്റണ്ട, നമുക്ക് ഈ വ്യവസ്ഥയെ മാറ്റണ്ട, പക്ഷേ പകരം നമുക്ക് നമ്മുടെ കൂലിയിൽ, നമ്മുടെ സേവന വ്യവസ്ഥകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ
വരുത്തിയാൽ മതി എന്നുള്ള ചിന്തയിൽ നിലവിലുള്ള ഈ വ്യവസ്ഥിതിക്ക് അകത്ത് നിന്ന് തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലേക്ക് യൂറോപ്പിലെ പല പാർട്ടികളെയും കൊണ്ടുവന്നെത്തിക്കുകയും അങ്ങനെ യൂറോപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിപ്ലവത്തിന്റെ മുനയൊടിക്കുകയും ചെയ്തത് ഈ ലാഭമാണ് എന്നുകൂടി ലെനിൻ പറഞ്ഞു തരികയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ലെനിൻ ഇങ്ങനെ ആയി എന്നുള്ളത്. അതിനാണ് ജോർജ് ലൂക്കാസിനെ അദ്ദേഹം ഉദ്ധരിച്ചത്. ജോർജ് ലൂക്കാസ് പറയുന്നത് മാർക്സിൽ നിന്നും എംഗൽസിൽ നിന്നും ലെനിന് മുമ്പുണ്ടായിരുന്ന സൈദ്ധാന്തികർ, മാർക്സിസ്റ്റ് സൈദ്ധാന്തികരിൽ നിന്നും വ്യത്യസ്തമായി ലെനിന്റെ വ്യത്യസ്തത, ലെനിൻ യാഥാർത്ഥ്യത്തെ, വിപ്ലവത്തെ യാഥാർത്ഥ്യമായി മുന്നിൽ കണ്ട ആളാണ്. മറ്റുള്ളവരെല്ലാം ഒരു വിപ്ലവത്തിന് വേണ്ടിയുള്ള ചിന്തകളും അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എഴുത്തും പ്രവർത്തനവുമായിരുന്നെങ്കിൽ ലെനിൻ തൻ്റെ മുമ്പിൽ വിപ്ലവത്തെ നേരിട്ട് കാണുകയാണ്, അതിൽ പങ്കെടുക്കുകയാണ്, അതിന് നേതൃത്വം കൊടുക്കുകയാണ്, ഒരു വ്യവസ്ഥയെ മാറ്റിമറിച്ച് അതിൻ്റെ പ്രായോഗികത കാണുകയാണ്. അതുകൊണ്ടാണ് ലെനിന് മാർക്സിൽ നിന്നും എംഗൽസിൽ നിന്നും വ്യത്യസ്തമായി വിപ്ലവം എന്ന ആശയത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായ വിപ്ലവം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു. അപ്പോഴോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെ ഈ വിപ്ലവത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പ്രായോഗികമായ അനുഭവത്തിൽ നിന്നും എങ്ങനെ നമുക്ക് വിപ്ലവത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് ആശയപരമായ ചിന്തകൾക്കപ്പുറം പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തകൾ ലെനിനെ സ്വാധീനിച്ചു. ആ ചിന്തകൾ സ്വാഭാവികമായും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയും വിപ്ലവധാരയെയും വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തം തന്നെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് മാറാനും കാരണം ഇതാണ്. Finally, the question arises, the world has moved away from what Lenin was writing about. Today's world is quite different from the world that Lenin had in mind. In view of that difference, what is the relevance of what Lenin had written about in today's context? Let me first discuss one or two main ways in which the world has gone beyond what Lenin had visualized. Centralization of capital has gone much further. Lenin was talking about finance capital of Germany versus finance capital of Britain versus finance capital of France. He was talking about finance capitals being the products of centralization, but still within the confines of a particular nation. Today, centralization of capital has gone beyond individual particular nations. We now have international finance capital. Finance capital that is globalized. Finance capital that actually does not simply belong to France or Germany or anything, but it's all mixed together. American financiers invest in European banks. European financiers invest in American banks. Therefore, you now have globalized finance moving around the globe, and therefore we have international finance capital. And that is not a refutation of Lenin, but that's an affirmation of the tendencies that Lenin had been talking about, tendencies that Marx had analyzed, tendency of centralization of capital, which has actually even gone beyond the phase that Lenin was writing about. A consequence of this is that now the division of the world into economic territories of particular belonging to particular finance capitals has actually become, relatively speaking, obsolete. Because now you don't have a French sphere of influence or a French kind of, economic territory versus an American economic territory versus a German economic territory. Globalized finance does not want the world to be broken up into particular spheres of influence. It wants the entire world
to move around in that entire world. Therefore, inter-imperialist rivalries have become far more muted today than they had been in Lenin's time. Therefore, the kind of wars that Lenin had visualized and which actually occurred, First World War, Second World War, the wars that actually occurred are wars that no longer are on the agenda. Not that wars have disappeared, but inter-imperialist wars have disappeared. Obviously, you have wars now backed by imperialism, for instance, sustaining Israeli settler colonialism of a genocidal kind occurring in Gaza. You have wars of Western imperialism sustaining Ukrainian aggressiveness vis-a-vis Russia. So wars have not disappeared, but inter-imperialist wars have, because inter-imperialist rivalry has got muted. Now, these are some ways in which, of course, what Lenin had been talking about has changed. But the idea of a world revolution, the idea that anything that happens anywhere in the world is something which is going to affect the entire system, that idea continues to remain absolutely valid. Even if you have tomorrow a revolution occurring in the smallest country in the world, there would be CIA intervention there, there would be American troops there would be imperialist opposition to that kind of a revolution. So the fact that the world is knit together, and therefore that anywhere where a revolution can occur is something that actually disturbs the entire system, that continues to remain valid. But in what way has the world changed? In other words, what can we say about the contemporary world? What you find in the contemporary world is, because of globalization of finance, because of the emergence of international finance capital, on the one hand, there has been a weakening of the trade union movement in the advanced capitalist countries. Why? Because if you have wage increases in the advanced countries, then capital can shift to Indonesia. Then capital from the United States can shift to Bangladesh. It can shift to India. It can shift anywhere. Therefore, the fact that capital is now mobile across country borders weakens the working class movement everywhere, including even in the advanced countries. In fact, according to an estimate made by Professor Joseph Stiglitz, the American economist, the average real wage of a male American worker in 2011 was no higher than in 1968. It was actually a little bit lower. So on the one hand, you have the advanced country working class itself now being in a position where it does not even experience the kind of improvement in its living standards that it was doing earlier. On the other hand, in the third world, you have an agrarian crisis, which is the result of the hegemony of international finance capital. Agrarian crisis produces a swelling of the reserve army of labor, which affects the workers in the advanced capital, in the backward countries, in the underdeveloped countries, because of which, even though some processes move from the advanced to the backward countries, the reserve army of labor continues to remain large, so wages don't rise here either. So wages don't rise in the advanced countries, wages don't rise in the backward countries. That means all over the world, while there is a rise in the share of economic surplus, there is no rise in the share of wages. Productivity is rising everywhere. Therefore, economic surplus, the share of economic surplus rises. And this is the cause of the current
crisis of world capitalism, because the shift from wages to surplus means less consumption. There's a unit of income from the surplus is more spent on consumption. It is less spent on consumption than a unit of wages, a unit of income from wages. Therefore, there is less demand. Therefore, there is a crisis of overproduction. Therefore, you have a situation where now there is a crisis engulfing world capitalism. This crisis engulfing world capitalism is giving rise to a worldwide tendency towards fascism. It's not just in India, but all over the world. The other day in Argentina, a person has been elected called President Milei, who actually is committed to a fascist agenda. Bolsonaro, everybody is talking about Trump becoming once more the President of the United States. Besides, you have in Hungary, you have in Turkey, you have in Italy, you have powerful fascist movements in France and Germany, all over. There is an emergence of fascism in this situation of crisis. But what we see today, therefore, is international finance capital being challenged by the workers and the peasants of the third world, as well as the workers of the advanced capitalist countries. Now, this challenge is something which constitutes, as it were, the essence of today's revolutionary situation. The fight against fascism has to be woven into the fight against the hegemony of international finance capital to lead on to socialism. ലെനിൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച സിദ്ധാന്തം അവതരിപ്പിച്ച കാലത്ത് നിന്നും ലോക സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. മൂലധനത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാകുന്നില്ല എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ലെനിൻ്റെ കാലത്ത് ലെനിൻ കണ്ട ഒരു ബ്രിട്ടീഷ് ഫിനാൻസ് ക്യാപിറ്റൽ, അതിന് എതിരായ ഒരു ഫ്രഞ്ച് ഫിനാൻസ് ക്യാപിറ്റൽ, അതിനെതിരായ ഒരു ജർമ്മൻ ഫിനാൻസ് ക്യാപിറ്റൽ, ഈ വിവിധ ദേശീയതകൾ നേതൃത്വം കൊടുക്കുന്ന ഫിനാൻസ് മൂലധനങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഒരു സാമ്രാജ്യത്വ യുദ്ധത്തിലേക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും സംഭവിച്ചതുപോലെയുള്ള വലിയ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം മൂലധനത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാകുന്നില്ല എന്നല്ല. മൂലധനം കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്, കുത്തകകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ കുത്തകകൾക്കൊരു വ്യത്യാസമുണ്ട്, ആ ഫിനാൻസ് മൂലധനത്തിനൊരു വ്യത്യാസമുണ്ട്. അതിനൊരു സാർവദേശീയമായ രൂപം കൈവന്നിരിക്കുന്നു. നേരത്തെ ഫ്രഞ്ച് ഫിനാൻസ് മൂലധനം എന്ന് പറയുന്നതിന് പകരം അതിനൊരു സാർവദേശീയമായ ഫിനാൻസ് മൂലധനം ഉണ്ടായിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. എന്താണ് ഈ ആഗോള സാർവദേശീയ ഫിനാൻസ് മൂലധനത്തിന് നമ്മുടെ എല്ലാം നാടുകളുമായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതവും ബന്ധവും എന്താണ്? നോക്കൂ, ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ല, സാമ്രാജ്യത്വ യുദ്ധങ്ങൾ വലിയ രൂപത്തിലുള്ള ഒന്നാം ലോക മഹായുദ്ധത്തെ പോലെയും രണ്ടാം ലോക മഹായുദ്ധത്തെ പോലെയും ഉണ്ടാകുന്നില്ല. പക്ഷേ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല. അതിൻ്റെ ഉദാഹരണമാണ് റഷ്യയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഉക്രൈനെ മറ്റ് മുതലാളിത്ത രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന യുദ്ധത്തിൻ്റെ രീതി. അവർ നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ അവരുടെ പിന്തുണയോടുകൂടി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ച് പ്രസക്തമായ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്ത് എവിടെ എന്ത് സംഭവം ഉണ്ടായാലും അതിൻ്റെ രാഷ്ട്രീയമായ സാമ്പത്തികമായ പ്രത്യാഘാതം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. അതാണ് ഫിനാൻസ് മൂലധനത്തിൻ്റെ സാർവദേശീയതയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതറിയാം. എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ ചിലപ്പോൾ ഇവിടുത്തെ എണ്ണവിലയിലായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ ഈ എല്ലാ സംഭവങ്ങൾക്കും ഒരു സാർവദേശീയമായ ഒരു പ്രതിഫലനമുണ്ട് എന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു
പ്രശ്നമുണ്ടായാൽ എവിടെയെങ്കിലും ഒരു തൊഴിലാളി വർഗത്തിൻ്റെയോ അല്ലെങ്കിൽ സാധാരണക്കാരുടെയോ ഒരു പോരാട്ടമുണ്ടെങ്കിൽ ആ പോരാട്ടത്തെ പരാജയപ്പെടുത്താൻ മുമ്പത്തെ പോലെ തന്നെ CIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ലെനിന്റെ സിദ്ധാന്തങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നല്ല, പ്രസക്തി വർദ്ധിക്കുകയാണ്. എങ്ങനെ? അതിന്റെ വിശദീകരണത്തിലേക്കാണ് അദ്ദേഹം കിടക്കുന്നത്. നോക്കൂ, സാർവദേശീയ ഫിനാൻസ് മൂലധനത്തിന് മുതലാളിത്ത രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയനുകളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനമുണ്ട്. അതായത് പഴയതുപോലെ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ട്രേഡ് യൂണിയനുകൾ സുസംഘടിതമല്ല. അതിന്റെ മിലിറ്റൻസി നഷ്ടപ്പെട്ടു, അതിന്റെ പ്രഹരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം? അതിന് കാരണം ഈ മൂലധനത്തിന്റെ സാർവദേശിക സ്വഭാവം കൊണ്ടാണ്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കൂലിക്ക് വേണ്ടിയിട്ടുള്ള സമരം നടത്തിയാൽ മൂലധനം അവിടെ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകും. ഈ ഭയം ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തുമുള്ള തൊഴിലാളികൾക്കുണ്ട്, അമേരിക്കയിലെ തൊഴിലാളിക്കുമുണ്ട്. അതുകൊണ്ടാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് അദ്ദേഹം ഒരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിലെ തൊഴിലാളികൾക്ക് 2011 കിട്ടുന്ന യഥാർത്ഥ വേതനം എന്താണെന്ന് നമുക്കറിയാലോ. അതായത് ഇപ്പൊ വാങ്ങിക്കുന്ന കൂലിയല്ല, ആ കൂലി കൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അതാണല്ലോ യഥാർത്ഥ വേതനം. ആ യഥാർത്ഥ വേതനം 1968 അതേ നിലയിൽ നിൽക്കുകയാണ്. അതിന് കാരണം അവരുടെ ഈ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ അവരുടെ ബാർഗെയിനിങ് പവറിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടാണ്. ഇത് ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലും പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അതെങ്ങനെ? അത് ട്രേഡ് യൂണിയനേക്കാൾ കൂടുതൽ ഇവിടുത്തെ കാർഷിക രംഗത്താണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഇതിന്റെ സ്വഭാവം മറ്റൊരു തരത്തിലാണ്. നേരത്തെ കൃഷി മേഖല, കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ട് അവരൊരു റിസർവ് ആർമിയായി മാറിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യവസായത്തിന് ചുരുങ്ങിയ വേതനത്തിന് കൂലിക്ക് കിട്ടാൻ കഴിയുന്ന ഒരു റിസർവ് ആർമി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അതിന് കാരണം ഈ സാർവദേശീയ മുതലാളിത്ത ഫിനാൻസ് ക്യാപിറ്റലിന്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്കുണ്ടായ തകർച്ച കൊണ്ടാണ്. ഞാനതൊരു വാചകം കൂടി കൂട്ടി പറയാം. കാരണം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിന്റെ ഭാഗമായി കാർഷിക രംഗത്തു നിന്ന് ആളുകൾ പിൻവലിയുന്നുണ്ട്. അവരാണ് ഈ റിസർവ് ആർമിയായി മാറുന്നത്, അവരാണ് ഒരു കരുതൽ സേനയായി മാറുന്നത്. ഈ കരുതൽ സേനയെയാണ് പലപ്പോഴും കമ്പനികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെയും കൂലി വളരെ കുറഞ്ഞ തലത്തിലാണ്, അവിടെയും ചൂഷണമാണ് നടക്കുന്നത്. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? യൂറോപ്പിലാണെങ്കിലും വികസിത മുതലാളിത്ത രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സമ്പദ്ഘടന വളരുന്നുണ്ട്, പക്ഷെ സമ്പത്ത് വർദ്ധിക്കുന്നില്ല, നിക്ഷേപം വർദ്ധിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഈ യഥാർത്ഥ വേതനത്തെ പറ്റി പറഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള വേതനം കൊണ്ട് തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും വാങ്ങാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ തോത് കുറയുകയാണ്. ഇത് തിരിച്ച് നേരത്തെ മുതലാളിത്തത്തിന്റെ പാപ്പരത്വത്തെ പറ്റി പറഞ്ഞതുപോലെ, മാർക്സ് പറഞ്ഞതുപോലെ മുതലാളിത്തത്തെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഒരു ഭാഗത്ത് ഓവർ പ്രൊഡക്ഷനാണ്, അമിത ഉൽപാദനമാണ്. മുതലാളിത്തത്തിന്റെ വളർച്ച ഉയരുംതോറും ഉൽപാദനം വർദ്ധിക്കും, അമിത ഉൽപാദനവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കും. ആ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വാങ്ങാൻ ആളില്ലാത്ത മാന്ദ്യത്തിലേക്ക്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും മുതലാളിത്തം കൂപ്പുകുത്തുന്നതും നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഇതിന്റെ കൂടി ഒരു പ്രത്യാഘാതമായിട്ടാണ് ഫാസിസം വളർന്നു വരുന്നത്. ഇന്ത്യയിൽ മാത്രമാണ് ഫാസിസം വളർന്നു വരുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ബ്രസീലിലെ ബോൾസനാരോ, ദാ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്, അമേരിക്കയിൽ വീണ്ടും ട്രംപ് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പൊ ട്രംപ് അവിടെ വരുന്നതും ബോൾസനാരോ വരുന്നതും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരാൻ കാരണം മുതലാളിത്തത്തിന്റെ ഈ പ്രതിസന്ധിയാണ് എന്ന് നാം തിരിച്ചറിയണം. അവിടെയാണ് ലെനിനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഈ പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ കൂടി നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പോരാട്ടങ്ങളിലും രാഷ്ട്രീയ സമരത്തിലും ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തെ കൂടി യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് ഉൾച്ചേർക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടെ
ലെനിൻ്റെ ചിന്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കടമ. One very important change which has taken place is this. When Lenin was talking about the worker-peasant alliance, his argument was that the peasantry would not be liberated from the feudal yoke by the bourgeoisie. It therefore requires the role of the working class to liberate the peasantry from the feudal yoke. In other words, he was talking about a worker-peasant alliance where the peasantries were being oppressed by the feudal lords. And that was the case in Russia in the beginning of the 20th century. Today, however, the peasantry suffers not just from the feudal yoke or what remains of the feudal yoke, but the peasantry suffer directly because of international finance capital. All the support which was given to the peasantry in the pre-neoliberal period is sought to be withdrawn. In the case of cash crops, the price support which used to be given is already withdrawn, which is why you have in India 400,000 peasants committing suicide in the period since liberalization. I don't have to say it in Kerala. At this moment, the rubber growers, for instance, are facing an acute crisis in the state. Therefore, the crisis of the peasantry now is not only because of the feudal yoke. The crisis arises directly because of the intervention of international finance capital. Therefore, we are now coming to a situation where international finance capital, with which our domestic big bourgeoisie is closely integrated, is facing the working people, the workers, the peasants, the petty producers, and all of them in our countries and elsewhere is facing the workers and so on. Therefore, the world has changed in that sense from Lenin's time. And therefore, fascism, which it is resorting to now, is necessarily a symptom of crisis. Fascism arises only when capitalism is in crisis. Fascism is capitalism's response to a situation of crisis. What is necessary for us is to carry this fight against fascism by uniting the workers and peasants and the petty producers, the working people, what Lenin called, by uniting the working people and, of course, leading on to a revolutionary transformation of our society. And in this, we have to learn immensely from what Lenin has written. ഇവിടെ നമ്മുടെ രാജ്യത്തും ലോകത്തെല്ലായിടത്തുമുള്ള കർഷക ജനസാമാന്യത്തിൻ്റെ പ്രശ്നം നേരത്തെ ലെനിൻ്റെ കാലത്ത് പറഞ്ഞ ഒരു ഫ്യൂഡൽ അവശിഷ്ട ഗർഭാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അവർ നേരിടുന്നത്, ഫ്യൂഡലിസത്തിൻ്റെ ആക്രമണം മാത്രമല്ല അവർ നേരിടുന്നത്, പകരം അവർ കുറച്ചുകൂടി തീവ്രമായ ഒരു സാർവദേശീയ ഫിനാൻസ് മൂലധനത്തിൻ്റെ ആക്രമണം കൂടി നേരിടുകയാണ്. അതുകൊണ്ടാണ് ഈ നാണ്യവിളകളുടെ അതിന് കാരണം എല്ലാ നിലയിലുമുള്ള സംരക്ഷണം നേരത്തെ ഒരു മുതലാളിത്തത്തിന് സാമ്രാജ്യത്വത്തിന് മുമ്പ് മുതലാളിത്തം നൽകിയിരുന്ന സംരക്ഷണം കാർഷിക മേഖലയിൽ നിന്നും അവർ എടുത്തു മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഈ നാണ്യവിളകളുടെ തകർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 4 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തത്. ഞാൻ കേരളത്തിൻ്റെ കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല. കാരണം റബ്ബറിൻ്റെ പ്രശ്നത്തിൽ റബ്ബർ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നത്തിന് കാരണം പഴയതുപോലെ ഫ്യൂഡലിസത്തിൻ്റെ ജന്മിത്വത്തിൻ്റെ ചൂഷണമല്ല, പകരം ഫിനാൻസ് മൂലധനത്തിൻ്റെ ചൂഷണമാണ് എന്ന് അവർ തിരിച്ചറിയണം എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായി മറ്റൊരു കാര്യം കൂടി ഇവിടെ വിശദീകരിച്ചു. ഫാസിസത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്, ഉദയം എന്ന് പറയുന്നത് സത്യത്തിൽ അത് അവരുടെ ഉയർച്ചയല്ല കാണിക്കുന്നത്, അവരുടെ പ്രതിസന്ധിയാണ് കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലെനിനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴെല്ലാം മുതലാളിത്തം പ്രതിസന്ധിയിലായിട്ടുണ്ട് അപ്പോഴാണ് ഫാസിസം ഉദയം ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ രാജ്യങ്ങളിൽ ലോകത്തിൽ ഫാസിസത്തിൻ്റെ ഉയർച്ചയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്
മുതലാളിത്തം പ്രതിസന്ധിയിലാണ് എന്നാണ്. എപ്പോഴെല്ലാം മുതലാളിത്തം പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴെല്ലാം ലോകത്തെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ അവരുടെ മതത്തിന്റെ, ജാതിയുടെ, മറ്റു കാര്യങ്ങളുടെ പേരിൽ അവർ തമ്മിൽ പോരാട്ടങ്ങൾ, അവരുടെ നിറത്തിന്റെ പേരിലുള്ള പോരാട്ടങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ് മുതലാളിത്തം പ്രതിസന്ധിയിലാകുന്നത് അപ്പോഴാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ കടമ ഇന്ന് നേരത്തെ ലെനിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികളെയും കൃഷിക്കാരെയും അവർ തമ്മിലുള്ള സഖ്യവും അവർ തമ്മിലുള്ള യോജിച്ച പോരാട്ടങ്ങൾ, കൃഷിക്കാരും തൊഴിലാളികളും മാത്രമല്ല പണിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും പോരാട്ടങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കുക, അതിനെ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമായി അതിനെ അണിചേർക്കുക എന്ന ഉത്തരവാദിത്വം നാം സ്വീകരിക്കേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ ലെനിന്റെ 100ാം ചരമവാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത് എന്നതാണ് പ്രധാനം. Thank you very much.